ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ താല്പര്യത്തോടെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമാറാകട്ടെ. ദൈവവചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നും വളരെ ദാഹത്തോടെ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് മക്കളും അവകാശികളുമായി ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ദൈവം നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ അതനുഭവിച്ച് അത് പുറപ്പെടുവിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മെ ഈ ലോകത്തിൽ ദൈവം പാർപ്പിച്ചിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല, പക്ഷേ അതിൻ്റെ നടുവിലും ജയോത്സവമായി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വായിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. വളരെ വിശദീകരണം ആവശ്യമുള്ള ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ച്, ജഡത്തെക്കുറിച്ച്, ജഡസ്വഭാവത്തെക്കുറിച്ച്, ആത്മസ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ ഉള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിക്കുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റോമാലേഖനം 8-ാം അധ്യായം. അതിൻ്റെ 6-ാം വാക്യം മാത്രമാണ് നമ്മൾ വായിച്ചത്. നോക്കിക്കേ, ഇവിടെ വായിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെയെന്ന്. നാം ഈ ലോകത്തിൽ ലഭിക്കും പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കും. ചിന്തകളിലൂടെയാണ് പിശാചാദ്യം കടക്കുന്നത്. ബൈബിൾ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. വീണ്ടും തിരുവചനം പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. മോഹമാണ് പാപത്തെ പ്രസവിക്കുന്നത്. മോഹം പാപത്തെ പ്രസവിക്കുമ്പോൾ തിരുവചനം വീണ്ടും പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. അപ്പം ജഡത്തിൻ്റെ ചിന്ത നമ്മുടെ അകത്ത് കടന്നുകൂടുമ്പോഴാണ് അത് മോഹമായി തീരുന്നത്. മോഹത്തിൻ്റെ പരിണത ഫലമാണ് പാപം. അപ്പം നമ്മുടെ ചിന്തകളിൽ പിശാച് കടന്നുകൂടും. ഒരു ദൈവ പൈതലിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന, ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷത്തെ കെടുത്തുന്ന, ഒരു ദൈവ പൈതലിൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനെ കട്ട് ചെയ്ത് കളയുന്ന ഒരു അനുഭവമാണ് പാപത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ചിന്ത കടന്നു വരുമ്പോൾ അതിനെ ആത്മാവിൽ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് മരണമായിരിക്കും. അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതായിരിക്കും. ഒരിക്കലും പാപം നമ്മളെ അനുഗ്രഹിക്കത്തില്ല. ഒരിക്കലും പാപം നമുക്ക് സുഖം തരികയില്ല. ഒരിക്കലും പാപം നമ്മെ സമാധാനം തരത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നത്, അവൻ നമ്മുടെ സമാധാനമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കിയെന്നാണ് വായിക്കുന്നത്. റോമർ 5:1 വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവവേദൽ മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തിൻ്റെ ചിന്ത കടന്നു വരുമ്പോൾ അതിനെ താലോലിച്ച്, അതിനെ തലോടിക്കൊണ്ട് മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ആത്മീക കൃപകളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ദൈവിക നന്മകളെ പ്രാപിക്കാൻ കഴിയത്തില്ല. അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യ മരണത്തിലായിരിക്കും, നിത്യ നരകത്തിലായിരിക്കും. ഇന്ന് ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിപൂർണമായൊരു സൗഖ്യം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആരൊക്കെ ദൈവസാന്നിധ്യം വിട്ടു പോയിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു പോയിട്ടുണ്ടോ, ആരൊക്കെ പാപത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ, അവരെല്ലാം പരാജയപ്പെട്ട ചരിത്രമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ,
വിശുദ്ധിയിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്. അവൻ നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. യേശു കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പാപത്തെ നിർത്തൽ ചെയ്യാൻ വന്ന രക്ഷകനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. 2 കൊരിന്ത്യർ ലേഖനം 5:21 വായിക്കുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എഫേസ്യ ലേഖനം 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കൊലോസ്യ ലേഖനം 1:14, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. 1 തീമോഥെയോസ് 1:15 പരിചയമുള്ള വാക്യമാണ്. അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറയണമേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വചനമാണ്. തീർന്നില്ല. 1 കൊരിന്ത്യർ 15:3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഈ വാക്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നൊരു സത്യമുണ്ട്. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താനാണ്. നമ്മളത് വിശ്വസിച്ച ദൈവത്തിൻ്റെ ജനമാണ്. ഈ കാര്യം കേൾക്കാത്ത വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പറയുന്നു, താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ 2024 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക. അവിടുന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് വിശ്വസിക്കുക. നിൻ്റെ പാപത്തെ മോചിച്ച് ചെയ്യുവാൻ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് ശക്തിയുണ്ട്. ആമേൻ. അപ്പോൾ യേശു കർത്താവ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി മരിച്ചിരിക്കെ, ആ പരമസത്യത്തെ നമ്മൾ വിശ്വസിച്ചിരിക്കെ, നമ്മൾ വീണ്ടും പാപത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. എന്തുകൊണ്ടാണ് പലർക്കും ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പലർക്കും ദൈവിക സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തത്? പലപ്പോഴും പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിച്ചു വിടുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് ദൈവിക സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ ശക്തമായ സന്ദേശമാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. എന്താ പറയുന്നത്? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പദങ്ങൾ ശ്രദ്ധിച്ചോ, മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയെ ഇനി ബാക്കിയുള്ളൂ. മനഃപൂർവ്വം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, മനഃപൂർവ്വം പാപം ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. ഇനി ശേഷിക്കുന്നത് എന്താ? ന്യായവിധിക്കായിട്ട് ഭയങ്കരമായ പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്. ആ പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾ ആദാം ഹൗവ ദമ്പതിമാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്നവർ പാപം ചെയ്തോ അന്നവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, അന്നവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. പാപം നമ്മളെ നഷ്ടത്തിലാക്കും കേട്ടോ. അതല്ലേ ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കുന്നതാണ്, ദൈവ സാന്നിധ്യം നഷ്ടമാക്കുന്നതാണ് പാപമെന്ന് പറയുന്നത്. ആമേൻ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ ഇപ്പോഴും ഭരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മളിൽ ഇല്ലാതെ ജഡത്തിൻ്റെ സ്വാധീനമായി, ലോകത്തിൻ്റെ സ്വാധീനമായി, പിശാചിൻ്റെ സ്വാധീനമായി ജഡപ്രവർത്തികളെ, ജഡമനുഷ്യനെ ക്രൂശിക്കാതെ ഇപ്പോഴും അതിൻ്റെ സ്വാധീനത്തിൻ്റെ വലയത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ കഴിയത്തില്ല, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ആദം ഹവ്വ ദമ്പതിമാർ പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾ കരയാടയുണ്ടാക്കി. എന്നാൽ 8-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ, കണ്ടോ, ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. സാധാരണ രീതിയിൽ ദൈവശബ്ദം കേട്ടാൽ ആ ദൈവശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഇവിടെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവശബ്ദം അവർ കേട്ടു കേട്ടോ. ദൈവം നടക്കുന്ന ശബ്ദം, ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പ്രസൻസാണ്. അതവർ കേട്ടു, പക്ഷേ അതിനനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയല്ല, അതിന് വിരോധമായിട്ട് അവർ ഓടി ഒളിക്കുന്ന രംഗമാണ്
ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്. ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം, ഒച്ച അവർ കേട്ടെന്നാണ് വായിക്കുന്നത്. ആ സൗണ്ട് അവർ കേട്ട, ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവസാന്നിധ്യം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പാപം അവിടെ കിടക്കുന്നുണ്ട്. ക്ഷമിച്ചിട്ടില്ല. അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ എന്തെങ്കിലും ജഡസ്വഭാവങ്ങൾ ഇപ്പോഴും വശീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ, പണ്ടത്തെ പോലെ ആത്മീയത്തിൽ നിൽക്കാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ, ആരാധിക്കാൻ കഴിയാതെ, അന്യഭാഷ പറയാൻ കഴിയാതെ, മണിക്കൂറുകളിലിരുന്ന് ദൈവസന്നിധി ജാഗരിക്കാൻ കഴിയാതെ നിന്നെ വേട്ടയാടുന്ന പാപത്തിൻ്റെ ശക്തികളുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അതിനെ വെട്ടി പ്രാർത്ഥിച്ച് ജയമെടുത്ത് കയറി വരുവാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിക്കുക. 119 സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ ദൈവവചന ധ്യാനം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംസർഗം. ജഡത്തെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ജഡസ്വഭാവത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. കാരണം ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും മരണമാണ്. എന്നാൽ ആത്മാവിൻ്റെ ചിന്ത മരണമല്ല, അത് ജീവനാണ്, സമാധാനമാണ്. പ്രൈസ് ഗാഡ്. മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം. ഇസ്രായേൽ ജനം യുദ്ധത്തിന് വേണ്ടി പോകുന്ന, യോശുവയുടെ നേതൃത്വത്തിൽ പോകുന്ന രംഗം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. ശപഥാർപ്പിത വസ്തുക്കളിൽ ചിലതെടുത്ത് യഹോവയുടെ കോപം ജ്വലിപ്പിച്ച ആഖാൻ അവനതെല്ലാം എടുത്ത് ഒളിച്ചു വെച്ചു. എന്നാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് സംഭവിച്ച പരാജയം എന്താണ്? ഇസ്രായേൽ ജനം മുഴുവൻ തോറ്റുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹം. മാതാവേ, താങ്കളുടെ പ്രാർത്ഥനയാണ് താങ്കളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹം കേട്ടോ. പിതാവേ, താങ്കളുടെ പ്രാർത്ഥനയാണ്, ദൈവദാസനെ താങ്കളുടെ പ്രാർത്ഥനയാണ് താങ്കളുടെ സ്റ്റാർച്ചിൻ്റെ ബലം. സഹോദര സഹോദരി, താങ്കളുടെ പ്രാർത്ഥനയാണ് താങ്കളുടെ കുടുംബത്തിൻ്റെ ബലം. താങ്കൾ ഉഴപ്പുമ്പോൾ, താങ്കൾ പിന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിന് മുഴുവൻ പ്രശ്നങ്ങൾ വരികയാണ്. പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ പുറകോട്ട് പോകുമ്പോൾ, പിന്മാറിപ്പോകുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, കത്തി ജ്വലിക്കാതിരിക്കുമ്പോൾ പ്രതിസന്ധികൾ കയറി വരും. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്. പക്ഷെ നീ കോട്ട കാക്കണം, അരമുറക്കണം, നിന്നെ തന്നെ ശക്തീകരിക്കണം. ആമേൻ. ആഖാൻ ചെയ്ത ഒറ്റ തെറ്റ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ പരാജയത്തിലാക്കി. എന്താ പരാജയത്തിൻ്റെ കാരണം? ഒറ്റ റീസണേ ഉള്ളൂ, സിൻ, പാപം ചെയ്തു. ആമേൻ. യോനയുടെ ജീവിതം പരിശോധിച്ച് നോക്ക്. പ്രവാചകനാണ്, പക്ഷെ ദൈവശബ്ദത്തിന് ചെവി കൊടുത്തില്ല. ദൈവശബ്ദത്തെ സപ്രസ് ചെയ്യുന്ന സ്വന്തം ഹിതം, സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദം, ദൈവശബ്ദത്തിന് വിരോധമായി യാത്ര ചെയ്യുവാൻ ആ പ്രവാചകനെ പ്രേരിപ്പിച്ചു. ഇന്ന് താൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും കാരണം ദൈവശബ്ദത്തിന് കാതുകൊടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ എത്രയോ ദൈവമക്കൾ ദൈവശബ്ദത്തിന് കാത്തു കൊടുത്തു. രൂത്തിനെ നോക്ക്, യാതൊരു കുടുംബ മഹിമയും പറയാതില്ലാത്തൊരു യുവതി, യാതൊരു സാധ്യതയുമില്ലാതിരുന്നൊരു സഹോദരി. പക്ഷേ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിന്നപ്പോൾ അവളുടെ ഹിസ്റ്ററി തന്നെ മാറി. അവിടെ ചരിത്രം മാറ്റി എഴുതി ദൈവം. എപ്പോഴും ഓർത്തോണം, പാപം നമ്മളെ സഹായിക്കത്തില്ല, പാപം നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, നമ്മളെ വളർത്തത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം 12-ാം അധ്യായം എബ്രായ ലേഖനം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മളെ സഹായിക്കാത്ത രണ്ട് കാര്യമാണ് സകല ഭാരം, രണ്ട് മുറുകെ പറ്റുന്ന പാപം. ഇത് രണ്ടും തുല്യമാണ്. ഭാരം, ഹൃദയത്തിനകത്ത് വലിയ ഭാരം. കർത്താവ് നടത്തുമെന്ന് വചനമുണ്ട്, കർത്താവ് അത്ഭുതം ചെയ്യുന്ന വചനമുണ്ട്, പക്ഷേ ഭാരം. അതുപോലെ മുറുകെ പറ്റുന്ന പാപം, ഇത് രണ്ടും പ്രശ്നമാണ്. ഇത് രണ്ടും തുല്യ വെയിറ്റാണ് ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഭാരം വരുന്നതിൻ്റെ കാര്യം എന്തുവാ? വിശ്വാസം കുറയുന്നു. സംശയം വരാനുള്ള കാരണം എന്തുവാ? വിശ്വാസം കുറയുന്നു. വിശ്വാസം വർദ്ധിക്കുന്നു, കാരണം വിശ്വാസം കുറയുന്നു. ദൈവത്തിൽ വിശ്വാസമില്ല. എവിടെയൊക്കെ ദൈവമക്കൾ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ആമേൻ. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ ഏതാനും വാക്യങ്ങൾ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആവർത്തിച്ചിത് പറയുമ്പോൾ ബൈബിൾ ആവർത്തിച്ച് നമ്മളോട് പറയുന്നു,
1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു തന്നെത്താൻ. നോക്കിക്കേ, യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലോക സംഭവങ്ങൾ മുഴുവൻ വിളിച്ചറിയിക്കുന്ന ഒരൊറ്റ സംഭവം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചവർക്ക് പോലും ഇപ്പോൾ വിശ്വാസമില്ല. അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തു മടങ്ങി വരും. ഇന്ന് ലോകരാജ്യങ്ങളെ എടുത്തു വെച്ച് പഠിച്ചു നോക്കുക. സാമ്പത്തിക രംഗം തകർന്നുകൊണ്ടിരിക്കുക, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കാണിക്കുന്ന ഒരൊറ്റ സൈന, ചൂള പോലെ കത്തുന്നൊരു ദിവസമുണ്ട്. ജലപ്രളയത്താൽ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞു. ഇനി വരുന്നത് തീയ. പ്രൈസ് ഗാഡ്. എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ പറയും, പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ പൈതൽ പറയും, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മുമ്പേ മരിച്ച വൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവനോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഈ പ്രത്യാശയുള്ള ദൈവജനത്തെക്കുറിച്ച് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. എല്ലാവരെയും ചേർക്കുവാനല്ല യേശു വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ അവൻ ഒന്നാമത്തെ ക്രിസ്തുവിൻ്റെ വരവ് മുഴു ലോകത്തേക്കും വേണ്ടിയുള്ള വരവായിരുന്നു. ഒന്നാമത്തെ ക്രിസ്തുവിൻ്റെ ആഗമനമെന്ന് പറയുന്നത് മുഴു ലോകത്തെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ ആഗമനമെന്ന് പറയുന്നത് മുഴു ലോകത്തെയും കൊണ്ടുപോകാൻ വേണ്ടിയല്ല, തനിക്കായി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വിശുദ്ധിയോടെ, വേർപാടോടെ, പ്രത്യാശയോടെ നിർമ്മലീകരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി, കറ വാട്ടം ചുളുക്കമില്ലാത്തവർ ദൈവത്തിൻ്റെ ജനത്തെ ചേർക്കുവാൻ, തന്നെ മണവാട്ടി സഭയെ ചേർക്കുവാനാണ് വാളനായ ക്രിസ്തു വരുന്നത്. അങ്ങനാണെങ്കിൽ ഇനി വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അടുത്തത് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവരാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇവിടെയും ശക്തമായ ഭാഷയിൽ പാപത്തെക്കുറിച്ച് പറയുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ലെന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. നോക്കിക്കേ, പിശാചിന്, ദുഷ്ടന് അവകാശവാദം പറയുന്ന എന്തെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടെങ്കിൽ ദുഷ്ടൻ തൊടും. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന, വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ ശുദ്ധീകരണത്തോടെ ജീവിക്കുന്ന ഒരു ദൈവവേദനെ തൊടാൻ ഈ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. അതാ പറയും, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആമേൻ. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. 1 യോഹന്നാൻ 1-ന്റെ 7-ാം വാക്യം, വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളെ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. സമാധാനത്തെ കെടുത്തുന്ന, സന്തോഷത്തെ കെടുത്തുന്ന, ദൈവസാന്നിധ്യത്തെ കെടുത്തുന്ന, പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കാൻ കഴിയാതെ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് ഉരിഞ്ഞു കളയുക. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം കൽപ്പിച്ചാക്കുന്ന സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് ദൈവശബ്ദം കേട്ട സകല വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന പാപമോചനത്തിനായി സ്തോത്രം.
അവിടെ നൽകിയ ശുദ്ധീകരണ അനുഭവത്തിനായി സ്തോത്രം. വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന മണവാട്ടി സഭയാക്കി ഞങ്ങൾ ഒരുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശബ്ദം കേട്ട വ്യക്തികളെ അനുഗ്രഹിക്കുക. ഈ വചനത്തിലൂടെയുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും ആത്മീക ഉദ്ധാരണവും അങ്ങയുടെ ജനത്തിന് മേൽ അങ്ങ് കൽപ്പിച്ചാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.